നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഏറെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ അടുത്ത മത്സരം ISLലെ ഏറ്റവും കരുത്തരായ ടീമുകളിൽ ഒന്നിനോടാണ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട്. ആ മത്സരം നടക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച, അതായത് ഡിസംബർ 14 രാത്രി 7:30 മോഹൻ ബഗാന്റെ മൈതാനത്താണ് ആ മത്സരം. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കായൽ സ്റ്റാഡെ. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. പക്ഷേ എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാകും. ഇതൊരു വലിയ ചലഞ്ചാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾക്കിത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഹാർഡായ മത്സരമായിരിക്കും. ഞങ്ങൾ നേരിടാൻ പോകുന്നത് ലീഗിലെ നിലവിലെ ഏറ്റവും മികച്ച ടീമിനോടാണ്. സോ ഇത് ഒരു ബിഗ് ചലഞ്ചാണ്. ഞങ്ങൾക്ക് അറ്റ് ദി മൊമെൻറ്റ് ഇതൊരു ബിഗ് ചലഞ്ചാണ്. ബട്ട് എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാകും. അവരൊരു കംപ്ലീറ്റ് ടീമാണ് വിത്ത് മെനി ഗുഡ് ഇൻഡിവിജ്വൽസ്. മികച്ച താരങ്ങളുള്ള ഒരു കംപ്ലീറ്റ് ടീമാണ് MBSG. ഞങ്ങൾക്കത് നന്നായിട്ടറിയാം. അവർക്കെതിരെയുള്ള മത്സരം ബുദ്ധിമുട്ടാകുമെന്നും അറിയാം. ബട്ട് ഇതൊരു ഗുഡ് ചലഞ്ചായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. വി ക്യാൻ ആബ്സല്യൂട്ട്ലി എയിം സംതിങ് ഫ്രം ദി ഗെയിം. ആ ഗെയിമിൽ നിന്ന് തീർച്ചയായിട്ടും ചിലത് ഞങ്ങൾക്ക് ലക്ഷ്യം വെക്കാനാവും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ചുരുക്കത്തിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്തയിൽ പോയിട്ട് ഈ മത്സരം വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ വലിയ ആത്മവിശ്വാസമായിരിക്കും നൽകുക. കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് വലിയ രൂപത്തിലുണ്ടാകും. അപ്പോൾ ആ വിജയം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ അത്യന്താപേക്ഷിതമാണ്. അതിന് സാധിക്കുമോ എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ 1ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.